വലിയ വലിയ ആളുകൾ പറയുന്ന ജീവിതോപദേശമൊക്കെ കേട്ടിരിക്കുന്നത് തന്നെ വലിയ കാര്യല്ലേ? ഈ സേതുമാധവൻ ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനെന്ന് പറയുന്നത് CKC സാറാ. ജീവിതത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും കക്ഷി രാഷ്ട്രീയത്തിലായാലും ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് CKC സാറ് കൈതന്ന് പിടിച്ച് കയറ്റിയതാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. സാർ ഒരാളെ എന്റെ അടുത്തേക്ക് അയക്കുമ്പോ, പ്രത്യേകിച്ചും സ്വന്തം മകളാണെന്ന് പറഞ്ഞ് അയക്കുമ്പോ, അതെന്റെ തല പോകുന്ന കേസാണെങ്കിൽ പോലും ചെയ്യും. ഈ സേതു അത് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ശിവാനിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് സാധിച്ചു കളയാമെന്നേ. നമ്മുടെ കാരുണ്യ എന്ന് പറയുന്ന അനാഥാലയമില്ലേ, ആ അനാഥാലയത്തിന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് സാറാണെന്നാ CKC അങ്കിൾ പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഒഴിവ് കിട്ടുന്ന അല്പസമയം സാധുക്കളുടെ സേവനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, അത്രേ ഉള്ളൂ. ചെയർമാൻ എന്ന് പറയുന്നത് ഒരു സോമരാജനാണ്. ഞാൻ ആരെയും കുറ്റം പറയാറില്ല. ശിവാനി ആയതുകൊണ്ട് പറയുക, പ്രത്യേകിച്ചൊരു ഗുണമില്ലെന്നേ. അത് മര്യാദയ്ക്ക് നടന്നു പോകുന്നത് തന്നെ ഞാൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിരിക്കുന്നതുകൊണ്ട് മാത്രമാ. CKC അങ്കിൾ ഒരാളെ വിശ്വസിക്കണമെങ്കിൽ അയാള് മോശക്കാരനാവില്ലല്ലോ. മിടുക്കനായിരിക്കും, ബുദ്ധിമാനായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സാറിനെ കണ്ടാലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടേ. ശിവാനിക്ക് ഈ കാരുണ്യയിൽ നിന്ന് എന്താണ് വേണ്ടത്, അത് പറഞ്ഞോ. സാറേ, എനിക്ക് അവിടുത്തെ റെക്കോർഡ് റൂമിലൊന്ന് കയറണം. റെക്കോർഡ് റൂമിലോ? കാരുണ്യയിലെയോ? എന്താ ഇത്രയും മിടുക്കനായി സാറിന് എന്നെ അതിനെ തുറന്ന് കയറ്റി വിടാൻ പറ്റത്തില്ലേ? പറ്റും, പക്ഷെ അതിന്റെ ചാവി ആ സോമരാജ സാറിന്റെ കയ്യിലാ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, വല്ലാതെ അങ്ങ് പ്രതീക്ഷിക്കുകയും ചെയ്തു. സാറ് വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു.